നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 24, 2025 ബുധൻ. അങ്ങനെ തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിലെ നേട്ടത്തിനു ശേഷം നിഫ്റ്റിക്ക് ഇന്ന് 35 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് തുടർച്ചയായി 3 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നിഫ്റ്റിക്ക് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നത്. മാത്രവുമല്ല, മാർക്കറ്റ് ഓപ്പണായി അധികം വൈകാതെ തന്നെ നിഫ്റ്റിക്ക് 26,200 എന്ന ലെവൽ മറികടക്കുവാനും സാധിച്ചു. തൽഫലമായി രാവിലെ 10:10 26,236 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. തുടർന്ന് മാർക്കറ്റിൽ ഇടിവ് അനുഭവപ്പെടുകയുണ്ടായി. തൽഫലമായി ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:20 26,123 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. 35 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 26,142 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നപ്പോൾ സെൻസെക്സിന് 116 പോയിന്റുകളുടെ നഷ്ടവും ബാങ്ക് നിഫ്റ്റിക്ക് 115 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. മാർക്കറ്റിൽ വലിയ ഇടിവ് നേരിട്ടില്ലെങ്കിൽ കൂടിയിട്ടും NSEയുടെ അഡ്വാൻസ്ഡ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 1,182 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1,655 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ട്രെൻഡ്, ശ്രീറാം ഫൈനാൻസ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, അൾട്രാടെക് സിമെന്റ്, അദാനി പോർട്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ഇന്റർഗ്ലോബ് ഏവിയേഷൻ, വിപ്രോ, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, സൺഫാർമ, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനിലെ ഫ്ലാറ്റ് ക്ലോസിംഗിന് ശേഷം ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ 12 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 89.78 എന്ന ലെവലിൽ വ്യാപാരവും അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. തിങ്കളാഴ്ച 457.34 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും ഈ ആഴ്ചയിലെ ഫസ്റ്റ് സെല്ലിംഗ് വരികയുണ്ടായി. എന്നാൽ ഇന്നലെ വീണ്ടും അവരുടെ ഭാഗത്ത് നിന്ന് സെല്ലിംഗ് തുക വർദ്ധിപ്പിച്ചുകൊണ്ട് 1,794.80 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. തൽഫലമായി കഴിഞ്ഞ ആഴ്ച ബുധൻ, വ്യാഴം, വെള്ളി ട്രേഡിംഗ് സെഷനുകളിൽ തുടർച്ചയായി ബയേഴ്സ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നത് മാർക്കറ്റിന്റെ നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിച്ചെങ്കിൽ ഈ ആഴ്ച ആരംഭം മുതൽ അവരുടെ ഭാഗത്ത് നിന്നും വീണ്ടും ആരംഭിച്ച സെല്ലിംഗ് ഇന്നലെയും തുടർന്നത് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന്റെയും നിക്ഷേപകരുടെയും ആത്മവിശ്വാസത്തെ സാരമായ രീതിയിൽ തന്നെ ബാധിച്ചതും നമ്മുടെ മാർക്കറ്റിന് ദോഷകരമായി തന്നെ മാറി. ഇന്നും നിഫ്റ്റിക്ക് 26,200 എന്ന ലെവലിന് മുകളിലായിട്ട് എത്തിച്ചേരുവാനും സാധിച്ചു. മാത്രമല്ല, ഇന്നലെയും തുടർച്ചയായി ഇന്നും മാർക്കറ്റിന് അതിന്റെ 52 വീക്ക് ഹൈയുടെ അടുത്തേക്കായിട്ട് എത്തിച്ചേരുമ്പോഴൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് അതിശക്തമായി അനുഭവപ്പെടുന്നതുമുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് IT, ഫാർമ, ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലകളിൽ വളരെ പ്രകടവുമായിരുന്നു. ഈ മേഖലകളിലുള്ള ക്വാളിറ്റി സ്റ്റോക്സുകളിൽ കാര്യമായ സെല്ലിംഗ് പ്രഷറും ഇന്ന് അനുഭവപ്പെട്ടതും നമ്മുടെ മാർക്കറ്റിന് ക്ഷീണമേൽപ്പിച്ചു. തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റി ITക്ക് ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. ഏകദേശം 198 പോയിന്റോളം അഥവാ 0.5%. മാത്രവുമല്ല, നിഫ്റ്റി IT ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകളിൽ TCS ഒഴികെ ബാക്കി 9 സ്റ്റോക്കുകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരവും അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇതിനെല്ലാം പുറമെ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ നേരിയ തോതിലാണെങ്കിൽ കൂടിയിട്ടും ഇടിവ് നേരിടേണ്ടി വന്നതും മാത്രമല്ല, ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം അതിശക്തമായ ഉയർച്ച അനുഭവപ്പെടുകയുണ്ടായി. കൂടാതെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലുടനീളം തന്നെ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ തുടർന്ന ഉയർച്ചയും നമ്മുടെ മാർക്കറ്റിനെ മോശമായി തന്നെ ബാധിച്ചു. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടി ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നത്. ഇതിനെല്ലാം പുറമെ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിലും ഇന്നു മുതൽ ക്രിസ്മസ് അവധികൾ ആരംഭിക്കുന്നതിനാൽ തന്നെ വോളിയവും വളരെ കുറവാണ്. നാളെ ക്രിസ്മസ് അവധിയായതിനാൽ തന്നെ നിക്ഷേപകർ പുലർത്തിയ ജാഗ്രതയും നമ്മുടെ മാർക്കറ്റിന് ക്ഷീണമേൽപ്പിക്കുക തന്നെയുണ്ടായി. ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ US ഡോ ജോൺസ് ഫ്യൂച്ചർ 34 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിന് ഇന്ന് അവധിയാണ്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ മിക്സഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ട് സാധിക്കുക. ബ്രന്റ് ക്രൂഡിന്റെ വില
$62.47 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $58.46 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. രാവിലത്തെക്കാളും നേരിയ ഇടിവാണ് നിലവിൽ ഗോൾഡിന്റെ വിലയിൽ അനുഭവപ്പെടുന്നത്. $4493.46 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ നിലവിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. കാസ്ട്രോൾ ഇന്ത്യ, കാസ്ട്രോളിലെ 65% വരുന്ന ഓഹരികൾ BP $6 ബില്യൺ സ്റ്റോൺ പീക്കിന് വിൽക്കുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഭാരത് ഡൈനാമിക്സ്, ആകാശ് NG സിസ്റ്റത്തിന്റെ ഉപയോക്തൃ വിലയിരുത്തൽ പരീക്ഷണങ്ങൾ DRDO പൂർത്തിയാക്കുകയുണ്ടായി. അപ്പോളോ ഹോസ്പിറ്റൽസ്, ഫാർമസി, ഡിജിറ്റൽ ഹെൽത്ത് ബിസിനസ്സുകൾ വേർപെടുത്തുവാൻ NSE അംഗീകാരം നൽകി. മാർക്ക് ടെക്നോക്രാറ്റ്സ് ഇന്ന് IPO SME സെഗ്മെന്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. IPO പ്രൈസിൽ നിന്നും 20% പ്രീമിയത്തിന് നഷ്ടത്തോടു കൂടിയിട്ടാണ് സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടതും. KPI ഗ്രീൻ 128.5 കോടി രൂപ വിലമതിക്കുന്ന ഒരു ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതിക്കായി NTPCയിൽ നിന്ന് കമ്പനിക്ക് ഓർഡർ ലഭിച്ചു. പുറവൻകര, ബംഗളൂരുവിൽ 4800 കോടി രൂപയുടെ ഒരു മെഗാ പ്രോജക്ട് കമ്പനി ആരംഭിച്ചു. 53 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പദ്ധതിയിൽ 7000 വീടുകൾ ഉൾപ്പെടുന്നു. ക്രോംപ്ടൺ ഗ്രീവ്സ് മഹാരാഷ്ട്ര സംസ്ഥാന വൈദ്യുതി വിതരണ കമ്പനിയിൽ നിന്ന് 46.2 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. വെള്ളിയാഴ്ച രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.